ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നേക്ക് 38 ദിവസമായിട്ടുണ്ട് നമ്മളെ 60 ദിവസത്തെ ചലഞ്ച്. 60 ദിവസം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി മാജിക്കൊന്നും അല്ലല്ലോ, പെട്ടെന്ന് മറ്റേ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്ത സമയത്ത് ഏകദേശം 10 കിലോനാണ്. ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് എറണാകുളത്ത് പോകുമ്പോൾ ഏകദേശം ഒരു 87 കിലോനുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറും ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഒരു 17-10 കിലോത്തോളം ഞാൻ പോയി, ലോസായി. അങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് ഹോസ്റ്റൽ ഫുഡുമായിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് വയ്യാണ്ടായി തൊലിഞ്ഞ് കുത്തിയാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ ആകെ 77 കിലോ സംതിങ് അങ്ങാണ്ടായിരുന്നു എൻ്റെ വെയിറ്റ്. അവിടെ വന്നു, പിന്നെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എങ്ങനെയും ഗെയിൻ ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണിത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടങ്ങി. ഇപ്പോൾ 38 ദിവസമായപ്പോൾ എന്താ അറിയില്ല, ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് 89 കിലോ വരെ നമ്മൾ ഗെയിൻ ചെയ്ത്. അതിൽ മൊത്തമൊന്നും മസിൽ വെയിറ്റ് ആയിരിക്കില്ല, ആസ് യൂഷ്വൽ. അങ്ങനെ പെട്ടെന്ന് മാജിക് ഒന്നുമല്ലല്ലോ കയറി വരാൻ. പിന്നെ ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കുറേ ആൾക്കാരുടെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നിർത്തിയില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പായി വീഡിയോ ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചു, എന്താ ആരംഭശൂരായിരുന്നു, നിർത്തിയോ എന്നുള്ള സംഭവം നിർത്തിയൊന്നുമല്ല. നമ്മൾ ഡെയിലി വീഡിയോ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഒന്നാമത്. അപ്പം ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്തൊരു സംഭവമാണ്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ 60 ഡേയ്സ് ചാലഞ്ച് പറയുന്നത്. 60 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ സീറോയിൽ നിന്നും ഞാൻ മുന്നേ വർക്കൗട്ട് ചെയ്ത ആളാണ്. പക്ഷെ അതൊന്നും എല്ലാം തീർന്ന് ചാവാനായ ക്വാളിറ്റിയാണ് ഞാൻ തിരിച്ചു വന്നത്. ആ സീറോയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എനിക്ക് പറയുമ്പോൾ ഗ്രോത്ത് തന്നെയാണല്ലോ. അതും ഗ്രോത്ത് തന്നെയാണ്. വലിയ എസ്തെറ്റിക് ഫിസിക്കൊന്നും ആയിട്ടില്ലെങ്കിലും അതും ഗ്രോത്ത് തന്നെയാണ്. സീറോയിൽ നിന്നൊരു 10ലേക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് തന്നെയാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഗ്രോത്ത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്താണ്. ഇപ്പോൾ പല ആൾക്കാരും ജിമ്മിൽ പോകാൻ ഇപ്പോഴും തിങ്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യാനിപ്പോൾ നാളെ പോട്ടെ, മറ്റന്നാൾ പോട്ടെ, അടുത്ത ദിവസം പോട്ടെ, അങ്ങനെ നാളെ നീളെ പോവില്ല. അങ്ങനെ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുമല്ലോ. പിന്നെ പ്രോട്ടീൻ പൗഡർ ഒന്നും വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പ്രോട്ടീൻ നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിലുണ്ടാക്കിയ ഫുഡായതുകൊണ്ട് എന്തൊക്കെ ഫാറ്റ് കയറുന്നുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ കയറുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല. പക്ഷേ പ്രോട്ടീൻ്റെ അളവ് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കലോറി കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ കഴിക്കുന്നിടത്തോളം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പോവുകയാണെങ്കിൽ എത്രത്തോളം പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിന് വേണ്ടത്ര റീച്ചും കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് കരുതി നമ്മളൊന്നും എവിടെ നിർത്താൻ പോകണില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇനി നമുക്കൊരു തിരിനോട്ടല്ല എന്ന് പറയില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീച്ച് ഇല്ല എന്ന് കരുതി നമ്മൾ ഒന്നും സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകണില്ല. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നിടത്തോളം പോട്ടെ, നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, നമ്മൾ ജേണി എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, നമ്മൾ ട്രാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ജിമ്മ് ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്യും, നമ്മൾ ഡ്രോപ്പ് ചെയ്യൂല. നമ്മൾ ലൈഫിലൊരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇനിയും ഇത് കൊണ്ടുപോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിഗിനേഴ്സ് ആണെന്ന് പറഞ്ഞ് ചുമ്മാ അയ്യോ എൻ്റെ ബോഡിയിലൊന്നുമില്ല, വണ്ണമില്ല, ഈ വണ്ണമില്ലാത്ത ഞാനൊക്കെ എന്തിനു പോയിട്ടാണെന്ന് ആലോചിച്ചിരിക്കണവരും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. സ്റ്റാർട്ട് ചെയ്യുക, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹെൽത്തി.